വെൽക്കം ബാക്ക് ടു റാംസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗോതമ്പ് ഉപ്പുമാവാണ്. സാധാരണ നമ്മൾ ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഒന്നാമത് അത് വെന്ത് കുഴഞ്ഞു പോകാറുണ്ട്. രണ്ടാമത് അതിൻ്റെ കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലാണ്. മൂന്നാമത് ബി ഓണസ്റ്റ്, അധികം ആൾക്കാർക്കും അത് കഴിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മളുടെ ചാലഞ്ച് എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവാണ്. അപ്പോൾ നമ്മുടെ സോൾട്ട് മാങ്കോട്ടറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വലിയ തരിയുള്ള 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ കടകളിൽ പോകുന്ന സമയത്ത് ഇതിനേക്കാളും കുറച്ചുകൂടി ചെറിയ തരിയുള്ള നുറുക്ക് ഗോതമ്പും കിട്ടുന്നതായിരിക്കും. ഇത് ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലുതാണ്, കാരണം നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ടുള്ളതും ഈ വലിയ തരയുള്ള നുറുക്ക് ഗോതമ്പായിരിക്കും. അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റും ഒരു 8 ഹർബി ബീൻസ്, അതായത് നമ്മുടെ സാധാരണ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ബീൻസിനെ അപേക്ഷിച്ച് വളരെ ചെറുതായിട്ടുള്ളതാണ്. സ്ട്രിംഗ്ലെസ് ബീൻസ് എന്നൊക്കെ പറയും. നമുക്കിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ സാധാരണ ബീൻസ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അടുത്തായിട്ട് ഇവിടെ നമ്മൾ ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് ഇത്. നമ്മൾ സാധാരണ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീൻ പീസ് പോലെയല്ല, വളരെ പച്ചയായിട്ടുള്ള ഗ്രീൻ പീസാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഉള്ളവർ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഉള്ള ക്യാരറ്റും ബീൻസും മാത്രം ചേർത്ത് കൊടുത്താലും മതി. നമ്മളെടുത്തിരിക്കുന്ന ക്യാരറ്റും ബീൻസും വളരെ ചെറുതായിട്ട് നമുക്ക് മുറിച്ച് മാറ്റി വയ്ക്കാം. 6-7 ചെറിയുള്ളിയും ഒരു 2 ചെറിയ പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നമുക്ക് ആവശ്യമാണ്. ഇതിൽ നമ്മൾ പച്ചമുളക് ഞാൻ നടുവേ മുറിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഇഞ്ചി നമുക്ക് ചതച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ചിലർക്ക് ഇഞ്ചി നമ്മൾ ഉപ്പുമാവിനകത്തേക്ക് ചേർക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മളിത് ഓപ്ഷണലാണ്, പക്ഷേ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് വളരെ ചെറുതായിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ ഒന്നുകൂടി ചതച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഉപ്പുമാവ് കഴിക്കുന്ന സമയത്ത് അത് നമ്മൾ കടിക്കില്ല. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയുള്ളി അത് വളരെ ചെറുതായിട്ട് നീളത്തിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. നമ്മൾ ചെറിയുള്ളിക്ക് പകരം വേണമെങ്കിൽ സവാള ഉപയോഗിക്കാം. ചെറിയുള്ളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഉപ്പുമാവ് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഞ്ചി വളരെ ചെറുതാക്കിയിട്ട് മുറിച്ച് ചതച്ചെടുത്തതാണിത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 പച്ചമുളകാണ്. നിങ്ങൾക്ക് എരിവ് കുറവായിട്ടാണ് വേണ്ടതെങ്കിൽ 1 പച്ചമുളക് എടുത്താൽ മതി. ഇത് അത്യാവശ്യം എരിവോട് കൂടിയിട്ടാണ് ഈ ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് നിലക്കടലയുമാണ്. നിലക്കടല നമ്മൾ തൊണ്ടുള്ളതാണ് എടുത്തത്. ഞാനതിൽ തൊണ്ട് കളയായിരുന്നു ചെയ്തത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ സ്റ്റോറുകളിലോ പോകുന്ന സമയത്ത് തൊണ്ട് കളഞ്ഞിട്ടുള്ള നിലക്കടലയും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. പക്ഷെ അത് നിർബന്ധമൊന്നുമില്ല. നമുക്ക് തൊണ്ടുള്ളതാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊണ്ട് മൊത്തം താഴത്തേക്ക് വന്ന് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്കിട്ട് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് വെള്ളത്തിൽ ഒരു 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. ഒരു ചെറിയ കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 അളവ് വെള്ളമാണ്. അതായത് 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 1.5 കപ്പ് വെള്ളം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ 2 മുറിച്ച് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുക്കർ അടച്ചു വെച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ 2ാമത്തെ വിസിൽ വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വേവ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഈ പച്ചമുളകൊന്ന് എടുത്ത് മാറ്റാം. ഇത് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്, ഉണ്ടോ? ഒട്ടിപ്പിടിക്കുന്നില്ല ഇപ്പോൾ. ഇനി നമുക്കിത് വെജിറ്റബിൾസിൻ്റെ കൂടെ ഒന്നുകൂടി സോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല പോലെ ആയിട്ടുണ്ടാവും. നമ്മളിതിൽ ഓയിലൊന്നും തന്നെ ചേർത്തിട്ടില്ല, വെറും വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്.
ഒരു പാൻ ചൂടായി കഴിയുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഗുഡ് ഫാറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ആദ്യം ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. 2 വറ്റൽമുളക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പിടി തന്നെ നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെടുത്ത കാഷ്യൂ നട്ട്സ്, അതായത് അണ്ടിപ്പരിപ്പ്, ഞാൻ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും കടുകാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. ഞാനത് വിട്ടുപോയതുകൊണ്ടാണ്. ഒരു അര മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇത് ഓപ്ഷണലാണ്. ശരിക്കും മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് അതിൻ്റെ കളറ് നല്ല രസമായിരിക്കും കാണാൻ. തീ ഒട്ടും കൂട്ടി വെക്കരുത്, എല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 2 മിനിറ്റ് സമയം ഒന്ന് ഇളക്കിയെടുക്കാം. ഗ്രീൻ പീസും ക്യാരറ്റും ബീൻസും എല്ലാം ആഡ് ചെയ്തിട്ട് ഇത് കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ ഗോതമ്പ് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഈ ഗ്രീൻ പീസ് നമ്മൾ കറി വയ്ക്കുന്ന ഗ്രീൻ പീസ് പോലെ ഒത്തിരി വേവാൻ സമയം എടുക്കുന്നതൊന്നുമല്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു 2 മിനിറ്റ് സമയം മാത്രം നമ്മളിതൊന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വയ്ക്കണം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഗോതമ്പ് അങ്ങനെ ഒട്ടി കുഴഞ്ഞല്ല നിൽക്കുന്നതെന്ന്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് സമയത്തേക്ക് അടച്ചിട്ട് ഒന്ന് വയ്ക്കാം. 2 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമ്മളിതൊന്ന് തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് സമയത്തേക്ക് കൂടി ഒന്ന് അടച്ചിട്ട് വേവിക്കാം. മൊത്തത്തിൽ നമ്മൾ 5 മിനിറ്റ് സമയത്തേക്കാണ് ഇത് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ അടച്ചിട്ട് വെക്കുന്നത്. അങ്ങനെ വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത നമ്മുടെ ഗോതമ്പ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഉപ്പുമാവ് ഇവിടെ റെഡിയാണ്. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണുമ്പോൾ തന്നെ വളരെ കളർഫുൾ ആയതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ ചാലഞ്ച് വിജയിച്ചിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ ആൾക്കാർ കഴിച്ചോളും. രണ്ടാമത് ഇത് കണ്ടില്ലേ, ഒട്ടും ഒട്ടാതെയാണ്, തനിത്തനിയായിട്ടാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റും ഇഷ്ടമായിക്കോളും. പിന്നെ നമ്മൾ ഒരുപാട് നട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും യൂസ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോതമ്പ് ഉപ്പുമാവാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഇത് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.